ആകെ ഉണ്ടായിരുന്നൊരു വാഹനം അല്ലേ, ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു. മൂന്ന് ചക്രം ഉണ്ടായിരുന്നത്. അത് അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? അതിൻ്റെ അവസ്ഥ അതൊക്കെ പോയിട്ടുണ്ട് ഇതിൽ ഏതോ കുളത്തിൽ അവിടെ പോയി എന്ന് പറയുന്നത്. എല്ലാ പോക്കും ഒരു ഓഫീസിലേക്കായാലും എവിടേക്കായാലും മേപ്പാടിക്കായിട്ടും എവിടേക്കായാലും ആ വണ്ടി എടുത്തിട്ടാണ് വരിക. എൻ്റെ കയ്യും കാലുമാണ് സാറ് അത്. എൻ്റെ കയ്യും കാലുമാണ് ഇതുണ്ടോ. ഇതിലിപ്പോൾ നടക്കാൻ പറ്റില്ല, എന്നെ എടുത്തിട്ടാണ് പോകല്. എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകലും എടുത്തിട്ടാണ്. ഇവിടെ എല്ലാ ആൾക്കാർ എടുത്തിട്ടാണ് പോലെ. വണ്ടി ഞാനൊരു 10 കൊല്ലത്തോളമായി, 12 കൊല്ലത്തോളമായി. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ മുണ്ടക്കൈ സ്വദേശി അബൂബക്കറിന്റെ വാക്കുകളാണ് നാം കേട്ടത്. മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ അൻവർ സാദത്ത് MLA അദ്ദേഹത്തിന് സഹായവുമായി എത്തി. ഇത് അബൂബക്കർക്ക് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അദ്ദേഹത്തിന്റെ വാഹനം നഷ്ടപ്പെട്ടു. അന്ന് തന്നെ മീഡിയ വണ്ണിന്റെ മഹേഷ് ഏട്ടൻ അല്ലേ, അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ആലുവ MLA ആയിട്ടുള്ള അൻവർ സാദത്ത് സാറ് അദ്ദേഹം അത് കാണുകയും നമ്മുടെ അബൂബക്കർക്ക് ഇപ്പോൾ വാഹനവുമായി മേപ്പാടി പഞ്ചായത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വലിയ സന്തോഷമുണ്ടല്ലേ? വലിയ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട്? തീരാത്ത സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ഒരു വണ്ടി തരാമെന്ന് പറഞ്ഞില്ല. അതിൻ്റെ മുന്നേ മേപ്പാടി ഒരു സൈതലവിക്ക എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വന്ന് ക്യാമ്പിൽ ഇതായ ശേഷം വന്നിട്ട് അതിൻ്റെ തലേന്ന് പറഞ്ഞിരുന്നു വണ്ടി ഞാൻ തരാം നിങ്ങൾക്ക് എന്ന് പറയും. പിന്നെ നമ്മളെ സാറിൻ്റെ ആ ഒരു ഇതുകൊണ്ട് മൂപ്പരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അൻവർ സാദത്ത് MLA സാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് മേടിക്കട്ടെ എന്നറിയും. ഓ ആയിക്കോട്ടെ, സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. ആരായാലും നിങ്ങൾക്ക് വണ്ടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതിയായ സന്തോഷമുണ്ട്. വീഡിയോ വണ്ടി ചാനലിനും നമ്മളെ MLA സാറിനും സിദ്ധി സാറിനും എല്ലാവർക്കും നമ്മളെ നാട്ടുകാർക്കും എല്ലാവർക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിരി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അന്ന് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വലിയ പ്രയാസത്തോടെ ആ തൂണിൽ ചാരിയിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു ചിരി തന്നെ മതി, നമുക്കിതിൽ വലുതായിട്ട് വേറൊന്നും നമുക്ക് ചെയ്യേണ്ടതില്ല അല്ലെ സാർ? എങ്ങനെയാണ് എന്താ തോന്നുന്നത്? അല്ല, അന്ന് മീഡിയ വൺ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ അപ്പോൾ തന്നെ സിദ്ദീഖാനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിദ്ദീഖ് MLA പറഞ്ഞു അന്ന് സാധത്തെ ചെയ്തൊന്നു. അങ്ങനെ ഞാൻ മീഡിയ വണ്ണിൽ പറയണേ അത് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ആരാ സ്പോൺസർ ഞാൻ കണ്ടില്ല. ഞാനത് ചെയ്യാമെന്നുള്ളൊരു എനിക്ക് ചെയ്യാമെന്നുള്ളൊരു നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ട് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് ഞങ്ങളുടെ ആലുവയിൽ തന്നെ ആര്യവിങ് ഹോണ്ട, അത് ഹോണ്ടയുടെ ഡീലറാണ് സർ ജോർജ്. അപ്പോൾ അദ്ദേഹമായിട്ട് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം അദ്ദേഹം ഈ വണ്ടി ഞാൻ പറയില്ല അവിടുത്തെ ആലുവക്കാരുടെ ഒരു ഇതായിട്ട് അദ്ദേഹം ആര്യവിങ് അത് വണ്ടി ഫ്രീ ആയിട്ട് തന്നു. പിന്നെ അതിന്റെ മുച്ചക്രം വേണമായിരുന്നു, പിന്നീട് വണ്ടിയുള്ള എക്സ്പ്രസ്. അപ്പൊ ഇത് നേരത്തെ ഒരാളെ തന്നെ ഏറ്റിരുന്നു, ആലുവയിൽ തന്നെ ഒരാളെ ഏറ്റിരുന്നു. അപ്പൊ ഇത് ഫ്രീ ആയിട്ടാണെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ മുച്ചക്രത്തിന് കുറച്ച് പൈസ അദ്ദേഹം തന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ആ പൈസ നമ്മുടെ ഒരു സുഹൃത്താണ്, പേര് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പൈസ തന്ന് അങ്ങനെ ഇപ്പം നമുക്ക് സന്തോഷത്തോടെ വണ്ടി എത്തിക്കാൻ സാധിച്ചു. ഇത് നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ തന്നെ സിദ്ദീഖ് MLA ഒരു 10 വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. ആലുവക്കാരുടെ കൈത്താങ്ങായിട്ട് ഒരു 10 വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞൊരു 100 വീട്, അപ്പം അതിനകത്ത് ഒരു 10 വീട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വലിയ കടപ്പാടും നന്ദിയും അൻവർ സാദത്ത് MLA അതുപോലെ ഈ ആര്യഭംഗി ഹോണ്ടയുടെ ശ്രീ ജോർജ് അദ്ദേഹത്തോടും പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല ശ്രീ സാദത്ത് MLA അദ്ദേഹത്തിന് ഈ ആളുകളുടെ വേദനയും പ്രയാസവും നന്നായി അറിയുന്ന ഒരു MLA ആണ്. പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ സ്വന്തം കുടുംബത്തോടുകൂടി റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഒരു MLA ആണ് അൻവർ സാദത്ത് MLA. ഈ വിഷയം വന്ന ഉടനെ തുടർച്ചയായി എന്നെ പലതവണ വിളിച്ച് എന്തൊക്കെ കാര്യം ചെയ്യണം അതൊക്കെ തുടർച്ചയായി ബന്ധപ്പെടുകയും എറണാകുളം DCC സാധന സാമഗ്രികൾ അയച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചും കുറെ കിടക്കകൾ, സാധനങ്ങൾ, മറ്റുള്ളതൊക്കെ പ്രത്യേകം അയച്ച് നമ്മുടെ ആളുകളോട് പ്രയാസം ദൂരീകരിക്കാൻ അതിൽ നല്ല രീതിയിൽ ഇടപെട്ട ഒരാളാണ് അൻവർ സാദത്ത് MLA. മീഡിയ വണ്ണോട് നന്ദി പറയുകയാണ്. മീഡിയ വൺ ഈ വിഷയം MLA അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തു, അപ്പം തന്നെ അദ്ദേഹം തീരുമാനമെടുത്തു. അത് ഒരു പ്രത്യേകത, തീരുമാനമെടുത്ത് ഡിലേ ഇല്ലാതെ ഈ സാധനം ഇവിടെ എത്തിക്കുകയും ചെയ്തു. ബഹുമാന്യനായ അബൂബക്കറിന്റെ ലൈഫിൽ ഇതാണ് അതിജീവനം.
ഇതാണ് അതിജീവനം. ഈ രീതിയിലുള്ളതായിരിക്കുന്ന മൂവ്മെന്റ് ആണ്, വളരെ വേഗതയിലുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോ കുടുംബങ്ങൾ പലരും സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ട അബൂബക്കറിന്റെ മുഖത്തുണ്ടായിരുന്ന ആവലാതി അല്പമൊന്ന് മാറി ഒരു ചിരിയിലേക്ക് ഈ സമയത്ത് എത്തിയത്. അതാണ് അതിജീവനത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള മുഖം എന്നുള്ളത്. പ്രിയപ്പെട്ട സാദത്തിനോടുള്ള തീർത്താൽ തീരാത്ത നന്ദി. 10 വീട് രാഹുൽ ഗാന്ധിയുടെ KPCCയുടെ മൂവ്മെന്റിൽ അദ്ദേഹം പങ്കാളിത്തം വഹിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ അധ്വാനവും പ്രവൃത്തിയും ഏറ്റെടുത്തുകൊണ്ടാണ് സാദത്ത് MLA ഇങ്ങോട്ട് കടന്നു വന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി സാദത്ത് MLAയോടും ശ്രീ ആര്യഭംഗി ജോർജിനോടും ഒക്കെയുള്ള നന്ദി പ്രത്യേകം പ്രകടിപ്പിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. അത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഒരു ജനപ്രതി ചെയ്യേണ്ട ഉത്തരവാദിത്വം. ഞങ്ങളെ പ്രളയം വന്നപ്പോൾ ഞങ്ങളെ കൈയഴിഞ്ഞ് സഹായിച്ച ആൾക്കാരുണ്ട്. അന്ന് സിദ്ദീഖ് അടക്കമുള്ള ഞങ്ങളെയൊക്കെ എപ്പോഴും വിളിച്ചു ചോദിക്കും, എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു. അപ്പോൾ തിരിച്ചത് ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഇത് ഔദാര്യമല്ല, ഇതെന്റെ കടമയാണ് നിർവഹിച്ചിരുന്നത്. ഇതൊരു അതിജീവനം തന്നെയാണ്. അബൂബക്കർ ഖാന്റെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ MLA ഒക്കെ എല്ലാവരും ഇടപെട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ് തോന്നുന്നത്? ഇത് തന്നെയാണ് അതിജീവനം എന്ന് പറയുന്നത്. നമ്മുടെ അബൂബക്കർ ഖാന്റെ മുഖത്ത് കാണുന്ന ചിരി. മുണ്ടക്കൈ പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് പലരും പല വഴിക്കാണ്. എന്നാലും നമുക്ക് നമ്മുടെ നാടിനെ ചേർത്ത് നിർത്തണം. മീഡിയ വണ്ണിന്റെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മഹേഷ് പോലൂരാണ് അബൂബക്കർ ഖാന്റെ ഈ ഒരു വാർത്ത പുറം ലോകത്ത് എത്തിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ നിന്നും ഷെബീർ കല്ലിനോടൊപ്പം ഫൈസലിനോടും പല ടീം മീഡിയ വൺ. തീരാത്ത നന്ദി കടപ്പാടുണ്ട് സാറിനോടും എല്ലാവരോടും, മറ്റെല്ലാവരോടും, മീഡിയ വൺ ചാനലിനോടും.